സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് നേരിട്ടാലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. ഈ സൈബർ അറ്റാക്കിംഗ്, സൈബർ ലിഞ്ചിങ് എന്നൊക്കെ പറയുന്നത് അതിനെ ഒരിക്കലും കോൺഗ്രസ് ന്യായീകരിക്കുന്നില്ല, അത് ന്യായം പറയുന്നുമില്ല. അതിജീവിതയുടെ ഐഡന്റിറ്റി അത് പുറത്തു വിടാതിരിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ പറയുന്നത് പോലെ ഇതൊരു ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ, അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവരായാലും അല്ലാതെയുള്ള ആളുകളാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഒരു വായ്മൂടി കെട്ടുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിന് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കും ഓരോ ഈച്ച് ആൻഡ് എവറി പേഴ്സണിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസിന് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ ആർക്കും അത് ഏറ്റെടുക്കുവാൻ സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സൈബർ അറ്റാക്കിംഗ് നേരിട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടിയുടെ ഭാരവാഹിയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ അവർ സ്വതന്ത്രരാണ്. അതിന് കോൺഗ്രസ് ശക്തമായിട്ടുള്ള നടപടികളും നിലപാടുകളും ഒക്കെ സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ഏറ്റെടുത്താൽ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാട് വന്നപ്പോൾ കോൺഗ്രസ് അത് ശക്തമായി തന്നെ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയെല്ലാം സ്വീകരിച്ച ജനങ്ങളെ അല്ലെങ്കിൽ അതിജീവിതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതും ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഈ നിലപാടുകളെല്ലാം കടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ KPC പ്രസിഡന്റ് മുതൽ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഏറ്റവും താഴോട്ടുള്ള പാർട്ടി പ്രവർത്തകർ വരെ ഒരേ കാര്യമാണ് പറയുന്നത്: അന്വേഷണം നേരിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ പാർട്ടി എടുത്ത നിലപാട് വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിനെ യാതൊരു വിധത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാടിൽ യാതൊരു വിധമായിട്ടുള്ള വെള്ളം ചേർക്കലും അന്നും ഇന്നും കോൺഗ്രസിനില്ല. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ നിലപാടുകൾ.